ഹായ് ഓൾ, എല്ലാവർക്കും Upbeat Pinnacle അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ബേസിക്കിനകത്ത് വരുന്ന കുറച്ച് ഇക്വേഷൻസ്, അതായത് 3 ഇക്വേഷൻസ് നമുക്കിവിടെ പഠിക്കാം. അത് ഇപ്പം എന്താണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും 9ലാണെങ്കിലും 10ലാണെങ്കിലും അങ്ങോട്ടുള്ള മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട വർഷങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓൾറെഡി കുറേ കുട്ടികൾക്ക് അത് അറിയാമായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിലും അറിയുന്നവരാണെങ്കിലും വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യരുത്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇതാണ് ഇക്വേഷൻ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അറിയാമായിരിക്കുമല്ലോ എന്തായിരിക്കും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇപ്പൊ തന്നെ പഠിച്ചോ? അറിയാത്തവരുണ്ടെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പറഞ്ഞു നോക്കുക. ഓക്കെ, കൂടെ തന്നെ പറഞ്ഞു പഠിക്കാം. നമുക്ക് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്തോ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്ലസ് ആയിരുന്നപ്പോൾ നടുക്ക് പ്ലസ് വന്നു, മൈനസ് ആയപ്പോൾ ഈ 2ab കൂടെ ആര് വന്നു, മൈനസ് വന്നു എന്ന് മാത്രം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു. ഏതൊക്കെ രണ്ട് ഇക്വേഷൻ? ഫസ്റ്റ് വൺ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പഠിച്ചേക്കുന്നത്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ദെൻ അടുത്തൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാം, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പല സെക്ഷനകത്തും പല ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരാളാണ് ഈ ലാസ്റ്റ് പറഞ്ഞ ആൾ. അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നൊരു ടേം വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നേരെ തിരിച്ചും a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാനും പറ്റും. അതുകൊണ്ട് ഇത് ഞാൻ ബോക്സ് വരച്ചത് പറഞ്ഞാൽ അത് മാത്രം ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഈ 3 ആൾക്കാരും ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇക്വേഷൻസ് പഠിച്ചത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അടുത്ത പഠിച്ച ഇക്വേഷൻ ഇതാണ് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഇയാളെ. 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നടക്കു വന്നേക്കുന്ന ആൾ പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ചായിരിക്കും? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചായിരിക്കും. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്താ പറയുന്നത്? a സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്ത് നടക്കുന്ന ആരാടാ? 2x. അപ്പൊ എങ്ങനെ വരും? 2x ഇൻറ്റു ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു a ഇൻറ്റു ബി. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് നടക്കുന്നത് 2x ആണ്, ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് നടക്കുന്ന ആരാണ്? 1 ആണ്, പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് വെച്ചാൽ ലാസ്റ്റ് വരുന്ന ആൾ ആരാ? 1. അപ്പോൾ 1ന്റെ സ്ക്വയർ. ദെൻ വിൽ ബി ഈക്വൽ ടു ഈ കാര്യം, ഈ ഇപ്പൊ എഴുതിയേക്കുന്ന ഇയാളെ നോക്കിയേക്കണം. ഈ 2x ദ ഹോൾ സ്ക്വയർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറയാൻ നേരത്ത് ഈ സ്ക്വയർ 2നും ബാധകമാണ്, ആർക്കും ബാധകമാണ്? എക്സിനും ബാധകമാണ്. അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര എന്ന് കിട്ടൂടാ? 4 എന്ന് കിട്ടും. എക്സിന്റെ സ്ക്വയർ നമുക്ക് എക്സ് സ്ക്വയർ എന്നും കിട്ടും. പ്ലസ് ഇവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 1 4 തന്നെയാണ്. ഒരൊറ്റ എക്സേ ഉള്ളൂ, അപ്പോൾ 4x എന്ന് വരും. പ്ലസ് 1 സ്ക്വയർ എന്താടാ? 1. ഇതാണ് നമ്മുടെ 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ്, അപ്പൊ നടുക്ക് മൈനസ് വന്നാൽ ഏത് ഇക്വേഷൻ വെച്ചായിരിക്കും? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്താലോ? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്തോ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നൊരു വ്യത്യാസം എന്തോ? അത് ഈ 2ab കൂടെ വരുന്ന ചിഹ്നം അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞ് മൈനസ് ആയി മാറും, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് a സ്ക്വയർ തന്നെ, എയുടെ സ്ഥാനത്ത് നടക്കുന്ന ആരാടാ? എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് നടക്കുന്ന ആരാടാ? എക്സ് ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ആരാ? 2 ആണ്, പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 2 സ്ക്വയർ എന്ന് വരും. ദെൻ വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ അതുപോലെ അങ്ങ് എഴുതി മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 എത്ര കിട്ടൂടാ? 2 ഇൻറ്റു 2 4 ആ, അപ്പൊ 4x എന്ന് വരും. പ്ലസ് 2 സ്ക്വയർ എന്തുവാടാ? 4 ആണ്. അപ്പൊ അതും പഠിച്ചു. അപ്പൊ x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ നടുക്ക് മൈനസ് വന്നത് കൊണ്ടാണ് ഈ 2ab കൂടെ മൈനസ് വന്നേക്കുന്നത്. അപ്പൊ ഈ b എഴുതുന്നതിന്റെ കൂടെ വീണ്ടും ഒരു മൈനസിന് ഇട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് അതുപോലെ മാത്രമേ ചെയ്ത് പോകാവുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോണം. അറിയാത്തവരുണ്ടോ എങ്കിൽ ഇപ്പൊ തന്നെ എഴുതി പഠിക്കുക, അറിയുന്നവരുണ്ടെങ്കിലും എഴുതി പഠിച്ചോണം. കാര്യം അത് പിന്നെ മനസ്സിൽ നിന്ന് മറന്നു പോകരുത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം ആ കാര്യം. ദെൻ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 4 നമ്മൾ എങ്ങനെ എഴുതും? ഒരു ചോദ്യമാണ്. x സ്ക്വയർ മൈനസ് 4 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും?
അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത രണ്ടാൾക്കാർ ഒന്ന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാര്യം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഒന്നുമില്ല, എക്സിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മൾ അവസാനം ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലേക്ക് എത്തണമെങ്കിലും ഫസ്റ്റ് ടൈമിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ, സെക്കൻഡ് ടൈമിനും സ്ക്വയർ വേണ്ടേ. അപ്പൊ നമ്മുടെ ചോദ്യത്തിലെ 4നെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റൂടാ, എക്സ് സ്ക്വയർ മൈനസ് 4നെ സ്ക്വയറിന്റെ ടൈമിലേക്ക് ആക്കുമ്പോൾ എന്തായിട്ട് മാറും, 2 സ്ക്വയർ എന്നായിട്ട് മാറും. ഇപ്പോൾ ഈ ഇക്വേഷൻ ഫോമായി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമായി. എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാ, എക്സും, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന 2. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇക്വേഷൻ എന്തുവായിരുന്നു, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആകുമ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു ആരെന്ന് വരും, എക്സ് പ്ലസ് 2 എന്ന് വരും. ഓക്കെയാണോ, പക്കയാണോ, മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്ന എല്ലാം സെറ്റ് അല്ലേ പറഞ്ഞ കാര്യങ്ങൾ. 3 ഇക്വേഷൻസ് ഏതൊക്കെയാ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ പറഞ്ഞത്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ ആണല്ലോ, ഇതെല്ലാം മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ബേസിക്കിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.